നമുക്ക് വരുന്ന പല പേഷ്യൻസും നമ്മളോട് പറയുന്നതാണ് നടുവേദന ഇടയ്ക്ക് കൂടുന്നു, അപ്പം മരുന്ന് കഴിക്കും, അപ്പം ഒന്ന് വേദന കുറയും, അത് കഴിയുമ്പോൾ പിന്നെയും വേദന കൂടുക, ഇതിങ്ങനെ പോയി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം പലർക്കും ഇത് വന്ന് വർഷങ്ങളായി കഴിയുമ്പം അവരുടെ മനസ്സിൽ ഇതിനി ഒരിക്കലും മാറില്ല എന്നുള്ളൊരു അവസ്ഥ എത്താറുണ്ട്. ഈ ഒരു പ്രശ്നം പലപ്പോഴും ഉണ്ടാകുന്നത് നമ്മുടെ നട്ടലിനിടയിലുള്ള ഇന്റർവെർട്ടിബ്രൽ ഡിസ്ക് എന്ന് പറയുന്ന അതിൻ്റെ ഇഷ്യൂ കാരണമാണ് പൊതുവേ ഈ ഒരു പ്രശ്നം കണ്ടുവരുന്നത് നമ്മൾ. അപ്പം ഇവിടെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നട്ടലിനിടയിലുള്ള ഒരു കുഷ്യൻ ആ ഒരു ഫംഗ്ഷൻ ചെയ്യുന്ന ഒരു ജെല്ലി പോലുള്ള ഒരു മെറ്റീരിയലാണ് ഇന്റർവെർട്ടിബ്രൽ ഡിസ്ക് എന്ന് പറയുന്നത്. ഈ ഡിസ്കിന് താങ്ങാൻ പറ്റുന്നതിൽ കൂടുതലായിട്ടൊരു ലോഡ് വരുന്ന സമയത്ത് ഈ ലോഡ് താങ്ങാൻ പറ്റാതെ വരുമ്പം ഇത് ബൾജ് ആവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഈ ഡിസ്ക് ബൾജ് എന്ന് പറയുന്ന ഇഷ്യൂ. അപ്പോൾ ഈ ഡിസ്ക് ബൾജ് ആവുമ്പം ഈ സ്പൈനൽ കോഡോ അല്ലെങ്കിൽ അതിൽ നിന്ന് വരുന്ന ബ്രാഞ്ചസിനോ മേലെ പോയി പ്രസ് ആവുന്നത് കാരണം ആണ്. അപ്പം അതിൽ നിന്ന് വരുന്ന ഈ ഞരമ്പ്, ഈ നെർവ് പോകുന്ന ഏരിയയിൽ മൊത്തം നമുക്ക് ഈ തരിപ്പ്, വേദന കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അത് കാരണമാണ് ഈ സയാറ്റിക്ക എന്ന് പറയുന്ന കണ്ടീഷൻസ് ഒക്കെ ഉണ്ടാകുന്നത്. അപ്പം നമ്മളിത് വെറുതെ വെച്ചുകൊണ്ടിരിക്കാതെ കറക്റ്റായിട്ടുള്ള സമയത്ത് ഹെൽപ്പ് സീക്ക് ചെയ്യുക, ഒരു ഡോക്ടറെ കാണിക്കുക. എന്നിട്ട് നമുക്ക് അതിന് വേണ്ട ഡോക്ടറുടെ എക്സാമിനേഷൻ, ഫിസിക്കൽ എക്സാമിനേഷൻ ആണെങ്കിലും ആ ഹിസ്റ്ററി എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് അതിന്. പിന്നെ മെഡിക്കൽ ഇമേജിങ് വേണ്ടി വരും. ആദ്യം എക്സ്റേ ആയിരിക്കാൻ പറയുന്നത്, പിന്നെ ഓഫൻ ഒരു MRI കൂടെ ആവശ്യമായിരിക്കും. അപ്പം നമ്മൾ ഡയഗ്നോസിസ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് ഇതിന് ലോങ് ടേം ആയിട്ട് ഈ പ്രശ്നത്തിന് എങ്ങനെ അകറ്റി നിർത്താം എന്നുള്ളതാണ്. അതിൽ പ്രധാനമായിട്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റിന് യൂസ് ചെയ്യുന്ന ഒന്നാണ് ഈ 3D സ്പൈനൽ ഡീകംപ്രഷൻ എന്ന് പറയുന്ന ടെക്നോളജി. അപ്പം നമ്മുടെ ഒരു ഡിസ്ക് ബൾജ് ഉണ്ടായി കഴിയുമ്പം നമ്മുടെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലുകൾ തമ്മിലുള്ള ഈ അകലം അത് കുറഞ്ഞു വരികയാണ്. അപ്പം നമ്മൾ ഈ മെഷീൻ്റെ സഹായത്തോടെ ചെയ്യുന്നത് നമ്മൾ പതുക്കെ ഈ എല്ലുകളെ, ഈ നമ്മുടെ നട്ടലിലെ എല്ലുകളെ പതുക്കെ അകറ്റി കൊടുക്കുകയാണ്. അപ്പോൾ അകറ്റുന്ന സമയത്ത് എന്തായി, നമ്മൾ ഡിസ്കിനിപ്പം തിരിച്ചകത്തോട്ട് കയറാനുള്ള സ്ഥലമുണ്ട്. അപ്പം അങ്ങനെ പതുക്കെ ഡിസ്ക് അകത്തോട്ട് കയറുകയും അങ്ങനെ നമ്മുടെ ഞരമ്പ് ഫ്രീ ആവുകയും ചെയ്യുന്നു. ട്രാക്ഷനേക്കാളും വെച്ച് നോക്കുമ്പം ഡീകംപ്രഷനിലേക്ക് വരുമ്പം നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എവിടെയാണോ നമുക്ക് പ്രശ്നമുള്ളത് ആ ഒരു സ്പൈനൽ ലെവലിനെ മാത്രമായിട്ട് ഇൻഡിവിജ്വലി ടാർഗറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ട്രാക്ഷനിലും ചെയ്യുന്നത് നമ്മൾ ഈ എല്ലുകളെ വലിക്കുകയല്ലേ എന്ന് പലരും ചോദിക്കാറുണ്ട്. അപ്പം ഇതിൽ നമുക്ക് വ്യത്യാസം വരുന്നത് എന്താണെന്ന് വെച്ചാൽ ട്രാക്ഷനിൽ നമ്മൾ ഈ നമ്മുടെ സ്പൈനൽ കോഡിനെ, അതായത് നമ്മുടെ നട്ടലിൽ വെർട്ടിബ്രൽ കോളത്തിനെ മൊത്തമായിട്ട് നമ്മൾ വലിക്കുകയാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ ഈ നട്ടലിനോട് ചേർന്നുള്ള മസിലുകളെല്ലാം തന്നെ ടൈറ്റ് ആവുകയും അത് കാരണം പേഷ്യൻസിന് വല്ലാതെ വേദന കൂടുന്നൊരു ഇഷ്യൂ ഉണ്ടാവാറുണ്ട്. അവിടെയാണ് നമുക്ക് 3D സ്പൈനൽ ഡീകംപ്രഷൻ വരുന്ന ഡിഫറൻസ്. അപ്പം അങ്ങനെ നമ്മൾ ഈ ഡിസ്ക് തിരിച്ച് അകത്തോട്ട് വലിഞ്ഞു പോകുന്നതിനനുസരിച്ച് ഈ ബാക്കിലുള്ള ഞരമ്പിൻ്റെ മേലെയുള്ള പ്രഷറൊക്കെ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കും. അപ്പം നമ്മുടെ ഈ 3D സ്പൈനൽ ഡീകംപ്രഷൻ, അപ്പോൾ ഇതിലൂടെ നമ്മൾ ലോങ് ടേം അണ്ടർലൈൻ കോസിനെ നമ്മൾ അവിടെ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതേപോലെ തന്നെ എല്ലാവർക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പെയിൻ മാനേജ്മെൻറ്റ്. അതിനുവേണ്ടി നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ മെഡിക്കേഷൻസ് ആയിട്ടാണെങ്കിലും ഇനി വേറെ ഫിസിയോതെറാപ്പി മെത്തേഡ്സ് ഒക്കെ വെച്ചിട്ട് ഇതിൻ്റെ കൂടെ പോകാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത ഈ സ്പൈനൽ ഡീകംപ്രഷൻ ഇതുപോലെ തന്നെ പ്രധാനമാണ് മസിൽ സ്ട്രെങ്തനിങ്. പേഷ്യൻസ് ഒക്കെ നമ്മുടെ അടുത്തേക്ക് വരിക യൂഷ്വലി അവരുടെ ഡെയിലി ലൈഫിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് വരുമ്പോഴാണ്. ഇത്രത്തോളം കാത്തു നിൽക്കാതെ ഇത് ഇത്ര കൂടുന്നതിൻ്റെ മുന്നേ തന്നെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ ട്രീറ്റ്മെൻറ്റ് എളുപ്പമായിരിക്കും, പേഷ്യൻസിനും ബുദ്ധിമുട്ട് കുറവാണ്.